ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി സിനീസ് കിച്ചൺ മെമ്മറീസിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പിയാണ് ഈന്തപ്പഴം ചെറുനാരങ്ങ അച്ചാർ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. അപ്പോൾ നമുക്ക് നോക്കാം, സമയം കളയാതെ തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ഈന്തപ്പഴം ചെറുനാരങ്ങ അച്ചാർ തയ്യാറാക്കുന്നതിനായി 250 ഗ്രാം ചെറുനാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈന്തപ്പഴമാണ്. കുരു കളഞ്ഞതിന് ശേഷം ഈന്തപ്പഴം ചെറുതാക്കി അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. വിനാഗിരി ഈന്തപ്പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഈന്തപ്പഴം നല്ല സോഫ്റ്റായി മാറും. ഇനി ഈ ഈന്തപ്പഴം അരമണിക്കൂർ മാറ്റി വയ്ക്കണം. അടുത്തതായി ചെറുനാരങ്ങ 3-4 ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. ചെറുനാരങ്ങ മുറിച്ചെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ സീഡുണ്ടല്ലോ, ഇതൊന്ന് മാറ്റിക്കളയുക. ഇത് കളയുമ്പോൾ ചെറുനാരങ്ങയുടെ കയ്പ്പ് ഇല്ലാതാകും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൊന്ന് പ്രസ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ ചെറുനാരങ്ങയെല്ലാം ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം ഈ ചെറുനാരങ്ങ അരമണിക്കൂർ മാറ്റി വയ്ക്കുക. ഇനി അച്ചാർ തയ്യാറാക്കുന്നതിനായി ഒരു പാൻ വെച്ച് ചൂടായതിനു ശേഷം 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം, വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ചൂടായ എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്തെടുത്ത് ഇഞ്ചി ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്തത് ഇട്ട് കൊടുക്കുക. 3 പച്ചമുളക് ചോപ്പ് ചെയ്തെടുത്തത്, കുറച്ച് കറിവേപ്പില. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ കളർ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ചേർക്കാം കേട്ടോ, ഞാൻ ചേർക്കുന്നില്ല. 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്, 1/4 ടീസ്പൂൺ കായം പൊടി. ഇനി ഈ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. മസാല വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ചെറുനാരങ്ങ ഇട്ട് കൊടുക്കുക. ഈ ചെറുനാരങ്ങ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഈന്തപ്പഴം ഇട്ട് കൊടുക്കുക. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുക. ഈന്തപ്പഴത്തിന് മധുരമുള്ളത് കൊണ്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര മതിയാകും. ഇത് നല്ലതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് കുക്ക് ചെയ്യുക. പത്ത് മിനിറ്റിന് ശേഷം ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം ഒന്നുകൂടെ മൂടി വെച്ച് 10 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഈന്തപ്പഴവും ചെറുനാരങ്ങയും കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ നാരങ്ങച്ചാർ തയ്യാറായിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി പുറത്ത് 4 ദിവസം വയ്ക്കുക. 4 ദിവസത്തിന് ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കാവുന്നതാണ്. 4 ദിവസം കഴിയുമ്പോഴാണ് ഈ അച്ചാറിൻ്റെ റിയൽ ടേസ്റ്റ് വരുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി കാണാം. താങ്ക്